विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ। प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो आज हम नए पाठ की ओर जाएंगे। നമ്മൾ പുതിയ പാഠത്തിലേക്ക് പോവുകയാണ്। पाठ का नाम है हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। ये दरअसल एक टिप्पणी है। ഇതൊരു കുറിപ്പാണ്। നമുക്ക് വേണമെങ്കിൽ ആസ്വാദൻ ടിപ്പണി എന്ന് പറയാം, ആസ്വാദന കുറിപ്പ്। हताशा से एक व्यक्ति बैठ गया था എന്നുള്ളത് ശരിക്കും ഒരു കവിതയാണ്। वो विनोद कुमार शुक्ल की कविता है। उस कविता पर नरेश सक्सेना ने एक टिप्पणी लिखी है। ആ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്। ആ കുറിപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്। പക്ഷേ ആ കുറിപ്പിൻ്റെ കൂടെ ആ കവിതയും തന്നിട്ടുണ്ട്। അപ്പോൾ നമുക്ക് ആ കവിതയും പഠിക്കണം, ആ കുറിപ്പും പഠിക്കണം। കുറിപ്പെന്ന് പറഞ്ഞാൽ ആസ്വാദന കുറിപ്പാണ്, ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പെന്നാണ്, ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞാൽ ആസ്വാദന കുറിപ്പെന്നാണ്। ഇവിടെ ടിപ്പണി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇത് ശരിക്കും ഒരു ആസ്വാദന കുറിപ്പാണ്। അപ്പോൾ നമുക്ക് ആദ്യം ആ കവിത ഒന്ന് നോക്കാം। അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ। हताशा से एक व्यक्ति बैठ गया था। हताशा से एक व्यक्ति बैठ गया था। व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया। मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ। मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था। हम दोनों साथ चले। दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे। വിനോദ് കുമാർ ശുക്ൽ। അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്। കവിതയുടെ പേര് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നാണ്। ഈ ടിപ്പണിയുടെ പേരും അങ്ങനെ തന്നെയാണ്। അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കൺഫ്യൂഷനായി പോകരുത്। टिप्पणी का रचयिता नरेश सक्सेना है, कविता का रचयिता विनोद कुमार शुक्ल है। അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, हताशा से एक व्यक्ति बैठ गया था, कविता किसकी रचना है? അപ്പോൾ നമ്മൾ വിനോദ് കുമാർ ശുക്ൽ എന്ന് എഴുതണം। हताशा से एक व्यक्ति बैठ गया था, टिप्पणी किसकी रचना है എന്ന് ചോദിച്ചാൽ നിങ്ങൾ നരേഷ് സക്സേന എന്ന് എഴുതണം। മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ കവിതയുടെ മീനിങ് ഒന്ന് നോക്കിയാലോ। हताशा से एक व्यक्ति बैठ गया था। हताश എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ്। हताशा से एक व्यक्ति बैठ गया था, നിരാശനായ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു। വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു। ഈ എനിക്കെന്ന് പറയുന്നത് ഞാൻ ആരാണ് ഇവിടെ? ഞാൻ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? കവിയാണ്। हताशा को जानता था, അപ്പം കവി ഇവിടെ പറയുന്നത് എന്താണ്? मैं उस व्यक्ति को नहीं जानता था मगर उसकी हताशा को जानता था। എനിക്ക് ആ മനുഷ്യനെ പേഴ്സണലായിട്ട് അറിയില്ല, പക്ഷേ അയാളുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു। इसलिए അതുകൊണ്ട് मैं उस व्यक्ति के पास गया, ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി। मैंने हाथ बढ़ाया, ഞാൻ കൈ നീട്ടി। ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി എന്നിട്ട് കൈ നീട്ടി। ഹാത്ത് ബഢായ എന്ന് പറഞ്ഞാൽ കൈ നീട്ടി। മേരാ ഹാത്ത് പക്കഡ്കർ വഹ് ഖടാ ഹുവ, എൻ്റെ കൈ പിടിച്ച് അവൻ എഴുന്നേറ്റു। മുझे വഹ് നഹി ജാൻതാ ഥാ, എന്നെ അവന് അറിയില്ലായിരുന്നു, എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു। മേരെ ഹാത്ത് ബഢാനെ കോ ജാൻതാ ഥാ, പക്ഷേ എൻ്റെ കൈനീട്ടൽ അയാൾക്ക് അറിയാമായിരുന്നു। എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സഹായം അയാൾക്ക് അറിയാമായിരുന്നു, ഞാൻ അയാളെ സഹായിക്കാൻ വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി എന്നർത്ഥം। ഹം ദോനോ സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു। ദോനോ ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ, രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു। ഏക് ദൂസരേക്കോ ജാന എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയുക എന്നാണ്। അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു। സാത്ത് ചലനേക്കോ ജാൻതേ ഥേ, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു। ഇത്ര സിമ്പിളാണ് ഈ കവിത।
കണ്ടില്ലേ, ഇത്ര സിമ്പിളാണ് ഈ കവിത. ഇതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള വാക്ക് പോലുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കവിത കാണാതെ പഠിക്കണം. എവിടെയെങ്കിലും രണ്ടുപേര് കവിത ചൊല്ലാൻ പറഞ്ഞാൽ ഈ കവിത ചൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് മീനിങ് ഫുള്ളാണ് ഈ കവിത. മനസ്സിലായില്ലേ? സിമ്പിൾ യെറ്റ് പവർഫുൾ എന്നൊക്കെ പറയാറില്ലേ? ജാവ സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ ട്രോൾ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിളായതും പവർഫുള്ളായതുമായൊരു കവിതയാണ്. നമുക്ക് നരേഷ് സക്സേനയുടെ ടിപ്പണി വായിച്ച് കഴിയുമ്പോൾ ഈ കവിതയെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിൻ്റെ അർത്ഥം ജസ്റ്റ് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ടിപ്പണി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ടിപ്പണി ഒന്ന് നോക്കിയേ. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. അത് എഴുതിയത് ആരാണ്? നരേഷ് സക്സേന. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നോക്കുക. വിനോദ് കുമാർ ശുക്ല എന്നയാൾ അപ്നി മൗലികത കെ സാഥ് ഹി ഭാഷാ കി അൻഗഢത കെ ലിയെ വിഖ്യാത് ഹെ. തൻ്റെ മൗലികത എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി എന്നാണ്. ഒറിജിനാലിറ്റിയുടെ കൂടെ തന്നെ ഭാഷാ കി അൻഗഢത കെ ലിയെ വിഖ്യാത് ഹെ. ഭാഷാ കി അൻഗഢത എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്വാഭാവികത എന്നാണ് അർത്ഥം. അത് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ഇതൊരു കാവ്യാത്മകമായ കവിതയൊന്നുമല്ല. സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ തോന്നുന്നത്. അൻഗഢത കെ ലിയെ വിഖ്യാത് ഹെ. വിഖ്യാത് ഹെ എന്നാൽ പ്രസിദ്ധ ഹെ, മഷൂർ ഹെ. ആ വാക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസിദ്ധനാണെന്ന് തന്നെയാണ് അർത്ഥം. മൗലികത എന്ന് പറഞ്ഞാൽ തനിമ. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്, അതുപോലെ തന്നെ സ്വാഭാവികതയുമാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അപ്പം ഒറിജിനാലിറ്റി ഉള്ളപ്പോൾ തന്നെ, തനിമയുള്ളപ്പോൾ തന്നെ അദ്ദേഹം കാവ്യശില്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അതായത് ഒരു കവിത എഴുതുന്നത് ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം നല്ല ലക്ഷണമൊത്തൊരു ശില്പം ഉണ്ടാക്കുന്ന പോലെ ഒരു കവിതയും നല്ല ലക്ഷണമൊത്തതൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം കാവ്യശില്പത്തിൻ്റെ ഒരു അനുഗ്രഹീതനായ കവിയെപ്പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സിദ്ധ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻഡ്, അക്വയർഡ് എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒറിജിനാലിറ്റി, തനിമയുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിത കണ്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം കാവ്യശില്പത്തിലെ ഒരു അനുഗ്രഹീതനായ കവിയാണ് എന്ന് നമുക്ക് തോന്നും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കിയേ. കവിത के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം ഇതനെ സഹജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികം എന്നാണ്. ഇത്ര സ്വാഭാവികവുമാണ്. സാഫ് ഹെ, സാഫ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നർത്ഥമുണ്ട്, വൃത്തിയുള്ളൂ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വ്യക്തം എന്നാണ് അർത്ഥം. ഇവിടെ വ്യക്തമാണ്. അതായത് കവിതയുടെ അർത്ഥം ഇത്ര സ്വാഭാവികവുമാണ്, വ്യക്തവുമാണ്. ക്യുനെ വ്യാഖ്യാക്കി ദർക്കാർ നഹി, അതിനെ പിന്നെ വ്യാഖ്യാനിച്ച് തരേണ്ട ആവശ്യമില്ല. ദർക്കാർ എന്ന് പറഞ്ഞാൽ നീഡ്, ആവശ്യം എന്നൊക്കെയാണ് അർത്ഥം. അതായത് കവിത വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മുഴുവൻ ക്ലിയറാണ്, പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് തരേണ്ട ഒരു ആവശ്യമേ ഇല്ല. സരൾ ശബ്ദോ വാലെ വാക്യ, സരളമായ വാക്കുകളുള്ള സെൻറ്റൻസുകൾ സ്വയം ഹി അപ്ന മർമ്മ കഹ് ദേത്തെ ഹെ, സ്വയം തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുന്നു. മർമ്മ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അതിൻ്റെ ആശയമെന്ന് ക്ലിയറായിട്ട് ആ സെൻറ്റൻസുകൾ തന്നെത്താനെ പറഞ്ഞു തരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ, ഹതാശാ കോ ജാൻതാ ഥാ कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या संकट से नहीं जानते तो हम कुछ नहीं जानते. അത്രയൊന്ന് നോക്കിയേ. വ്യക്തി കോ മേ നഹി ജാൻതാ ഥാ, ഹതാശാക്കോ ജാൻതാ ഥാ, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ നിരാശയെ എനിക്ക് അറിയാമായിരുന്നു. കഹ്തേ ഹി, അത് പറയുമ്പോൾ തന്നെ വേ ജാനനെ കി ഹമാരി ഉസ് ജാനി പെഹചാനി റൂഠി കോ തോട് ദേത്തെ ഹെ, അദ്ദേഹം അറിയുക എന്നുള്ള നമ്മുടെ ആ
ചിരപരിചിതമായ സമ്പ്രദായത്തെ തകർത്ത് കളയുന്നു. ജാനന എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ഉസ് ജാനി പെഹചാനി റൂഠി, നമ്മുടെ ആ ചിരപരിചിതമായ, നമുക്ക് പരിചിതമായ ആ റൂഠി എന്ന് പറഞ്ഞാൽ ആചാരം, സമ്പ്രദായം എന്നൊക്കെ അർത്ഥമുണ്ട്. തോട് ദേത്തെ ഹെ, തകർത്ത് കളയുന്നു. എങ്ങനെയുള്ളതാണ് അത്? എങ്ങനെയായിരുന്നു? ജോ വ്യക്തിക്ക് നാം പത്തെ ഉമ്ര ഓഹദെ യാ ജാതി സെ ജാനെ കോ ജോഡ്തി ഹെ, ഒരു വ്യക്തിയെ അയാളുടെ പേര്, നാം എന്ന് പറഞ്ഞാൽ പേര്, പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹദ എന്ന് പറഞ്ഞാൽ പദവി, അയാളുടെ പൊസിഷൻ എന്താണ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ അറിയുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ അയാളുടെ പേരറിയാം, അയാളുടെ പ്രായം അറിയാം, അയാളുടെ പിന്നെ എന്താണ് അഡ്രസ്സ് അറിയാം, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം, അല്ലെങ്കിൽ അയാൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതാണ് നമ്മുടെ അറിയുക എന്നുള്ള ചിരപരിചിതമായ ആ ഒരു രീതി. പക്ഷേ ആ രീതിയെ കവി ഇവിടെ പൊളിച്ചെഴുതുകയാണ്. അപ്പോൾ എന്താന്ന് നോക്കിയേ, യദി ഹം കിസി വ്യക്തിക്കോ, നമുക്ക് ഒരു വ്യക്തിയെ उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. നമുക്കൊരു വ്യക്തിയെ അയാളുടെ നിരാശയോടും അസഹായതയോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളോടും കൂടി അറിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയില്ല. ഹതാശ, നിരാശ ഒക്കെ ഒരേ അർത്ഥമാണ്. അസഹായത എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സഹായത. ഒരു സങ്കട്ട് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയാണ്. അയാളുടെ പ്രതിസന്ധികളെ ഒക്കെ അറിയില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ കവി പറയുന്നത് നമുക്കൊരു വ്യക്തിയുടെ പേര്, വയസ്സ്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ പദവി അല്ലെങ്കിൽ അയാളുടെ ജാതിയോ മതമോ ഇതൊന്നും അറിയുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞ പോലെ അയാളുടെ നിരാശയും അയാളുടെ നിസ്സഹായതയും അയാളുടെ പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നിങ്ങൾ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? ഇനി ബാക്കി നോക്കിയേ. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. അപ്പോൾ എന്താ അവിടെ പറയുന്നത് നോക്കിയേ. സടക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തി കോ ദേഖ്കർ ക്യാ ഹം കഹ് സക്തേ ഹെ കി ഉസേ ഹം നഹി ജാൻതേ. സടക്ക് നിങ്ങൾക്കറിയാം, റോഡ്. ഘായൽ പടേ എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ് കിടക്കുന്ന എന്നാണ്. അപ്പോൾ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്ന അപരിചിത് വ്യക്തിക്കോ ദേഖ്കർ, ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കഹ് സക്തേ ഹെ കി ഉസേ ഹം നഹി ജാൻതേ. അപ്പോൾ കവി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. റോഡിൽ പരിക്കേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയുമോ ആ വ്യക്തിയെ നമുക്ക് അറിയില്ല എന്ന്? വാസ്തവത്തിൽ ഹം ജാൻതേ ഹെ കി യഹ് വ്യക്തി മുസീബത്ത് മേ ഹേ. ശരിക്കും നമുക്കറിയാം ആ വ്യക്തി ഒരു കുഴപ്പത്തിലാണ്. ഓർ ഇസേ ഹമാരി മദദ് കി സരൂരത്ത് ഹെ, അദ്ദേഹത്തിന് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്നും നമുക്കറിയാം, അല്ലേ? ആ വ്യക്തി ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്, ഒരു കുഴപ്പത്തിലാണ്, അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ ജാനനെ കി യാദ് ദിലാത്തി ഹെ. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി അറിയണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ്. അപ്പോൾ മനുഷ്യനെ പോലെ അറിയാനാണ് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ കവിത നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ഒരു 4-5 ആവർത്തി വായിക്കുക. കഴിഞ്ഞ ടീച്ച്മെൻറ്റ് ക്ലാസ്സിൽ ഞാൻ കവിത വായിച്ച് എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു 10 കുട്ടികളെങ്ങാണ്ട് എനിക്ക് അയച്ചു തന്നു. ബാക്കി ആരും തന്നെ അയച്ചു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കവിത നന്നായിട്ട് ഒരു 4-5 ആവർത്തി വായിച്ചിട്ട് എനിക്ക് ഒന്ന് അയച്ചു തരണം. എന്നിട്ട് ഈ പാഠഭാഗവും വായിക്കുക, നമ്മൾ ഇന്നെടുത്ത അത്രയും. കേട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.